ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് ജീവിതത്തിൽ നിന്നുള്ള പരിദേവനങ്ങൾ നിരന്തരമായി അറിയുമ്പോൾ അതിലെ കണ്ണീർ കണങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഈർപ്പമുള്ള മനസ്സിൽ. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ദർഹമുകളുടെ നഷ്ടങ്ങൾ മാത്രമല്ല നഷ്ടങ്ങൾ എന്നറിയുക. ഒന്നുമില്ലാത്തവർക്ക് ഒരു ദർഹം പോലും അമൂല്യമാണ്. ആ ഒരു ദർഹം എന്നത് അവരുടെ വിയർപ്പ് തുള്ളികളാണ്. ഒരുപാട് ദർഹമുകളുടെയും ദിനാറുകളുടെയും നഷ്ടങ്ങൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ദുഃഖകഥ ഓരോ ദർഹമിലും കണ്ണീര് വീഴുന്നവരുടെ ഇടയിൽ നിന്നുള്ള കഥകളാണ്. ഇത് ബീനു എന്ന തങ്കച്ചി, തിരുവനന്തപുരം സ്വദേശി. ബീനുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എൻ്റെ പേര് ബിനു എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഞാനിവിടെ വീട്ടുജോലിയാണ് ചെയ്യുന്നത്. എനിക്ക് സുഖമില്ലാത്തൊരു 10-24 വയസ്സുള്ള മോനുണ്ട്. സുഖമില്ലാത്ത ആ മോന് ഞാനാണ് ജോലി ചെയ്ത് കൊടുക്കണം. ഞാനും ഒരു അസുഖക്കാരിയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അവളുടെ പേര് കവിത എന്നാണ്. അവളുടെ ഞാൻ എൻ്റെ ദുഃഖ കഥകളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇവള് എന്നോട് പറഞ്ഞ്, ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഒരു മനുഷ്യൻ ശംസുദ്ദീൻ സലീം ഇങ്ങനെ ഒരു സ്കൂൾ വണ്ടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷെയർ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി 20,000 ദിർഹംസ് ഇടണം, അവനും 20,000 ദിർഹംസ് ഇടും. അങ്ങനെ 40,000 ദിർഹംസ് വെച്ച് ഇങ്ങനെ സ്കൂൾ വണ്ടി ശംസുദ്ദീൻ സലീം പറഞ്ഞ് സ്കൂൾ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ 5,000 രൂപ ഒരു മാസം കിട്ടും. അതിൽ 2,500 അവനും 2,500 എനിക്കും വേണ്ടി ഞാൻ എൻ്റെ അനിയത്തിയോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി എൻ്റെ മോനും എനിക്കും വേണ്ടി ജീവിക്കാനല്ലേ എന്ന് പറഞ്ഞ് അവൾ കണ്ട നാട്ടുകാരിൽ നിന്ന് മൊത്തം സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് പണയം വെച്ച് എനിക്ക് പൈസ ഇവന് കൊടുത്തു. ഗൾഫ് പ്രവാസികൾ വീട്ടുജോലിക്കായി മറ്റും എത്തുന്ന നിസ്സഹാരായ വീട്ടമ്മമാരുടെ അവസ്ഥകൾ പലപ്പോഴും കേവലം കണ്ണീർ കഥകളായി മാറുകയാണ് പതിവ്. ഇതൊരു ഒറ്റപ്പെട്ട ആർത്തനാദമല്ല, ഒരുപാട് വിലാപങ്ങളുടെ ചുടുനിശ്വാസങ്ങളുടെ ഒരു മുഖം മാത്രമാണ്. സമാധാനം നഷ്ടപ്പെട്ട ഓരോ സ്ത്രീത്വത്തിൻ്റെയും പ്രതിരൂപം. ഭർത്താവ് ഉപേക്ഷിച്ചതോ മരണപ്പെട്ടതോ ആയ കുടുംബിനികൾ, സുഖമില്ലാത്ത കുട്ടികൾ, വീടില്ല, വാടക വീട്, സ്വന്തമായി ഒന്നുമില്ല. വല്ലാത്ത മാനസികാവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരുടെ കണ്ണീരിൽ തീർക്കുന്ന തുച്ഛമായ ദിർഹമുകളും ദിനാറുകളും തട്ടിയെടുക്കുന്നവർ വേറെയും. അതാണ് ഇവിടെ പ്രസക്തം. സ്ത്രീകളുടെ നിസ്സഹായത എവിടെയും വിലാപമായി മാറുകയാണ്. പലതരം മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി രക്ഷപ്പെടാനുള്ള മാർഗം തേടി വരുന്നവരെ, കുരുക്കിലാക്കുന്നവരെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കാനാവും? എനിക്ക് നാട്ടിൽ കടക്കാരക്കാരനെ എനിക്ക് വയ്യ. ഞാനും എൻ്റെ മോനും അസുഖക്കാരാണ്. എനിക്ക് ഈ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മുന്നിൽ മരണമേ ഉള്ളൂ. ഞാൻ എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ വളർത്തും? ഞാൻ ഈ വയ്യാത്ത കൊച്ചിനെ ഞാൻ എങ്ങനെ വളർത്തേണ്ടത്? നിങ്ങൾ പറഞ്ഞതാ. ഇനി ഒരു പെണ്ണിന് ഇതേപോലുള്ള കണ്ണീര് വരരുത്. ഒരാണിനെയല്ല അവൻ പറ്റിച്ചത്, ഒരു പെണ്ണിനെ അവൻ പറ്റിച്ചത്. ആ പെണ്ണിന്റെ വേദന അവൻ കേൾക്കണം. ഇവനാണ് ഒരു മോനുണ്ടായിരുന്ന എൻ്റെ മോൻ അച്ഛനില്ല. ഞാൻ ഒറ്റയ്ക്ക് അന്നും ഇന്ന് ജോലി ചെയ്ത് എൻ്റെ മോനെ ഞാൻ നോക്കുന്ന എന്നെ പറ്റിക്കണമെങ്കിൽ ഇവൻ ആരായിരിക്കണം? എന്റെ മോൻ ആശുപത്രി കിടന്നിട്ട് വരെ ഞാൻ പറഞ്ഞു, നീ 500 രൂപ വെച്ച് എനിക്ക് 500 രൂപ വെച്ച് നീ തന്നാൽ മതി. എന്റെ വീട്ടിൽ കടക്കാരെ ശല്യം കാരണം എനിക്ക് സഹിക്കാൻ വയ്യ. അതുപോലെ അവൻ തരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കടം വാങ്ങിയും മറ്റും സ്വരൂപിക്കുന്ന പ്രതീക്ഷകളുടെ സമ്പാദ്യം, ഇതൊക്കെ ചേർത്ത് നൽകുമ്പോൾ മനസ്സിൽ ഉയരുന്ന പ്രതീക്ഷകളുടെ കാലച്ചകൾ. രക്ഷപ്പെടാതിരിക്കില്ല എന്ന ആകാംക്ഷ. പക്ഷേ ആ പ്രതീക്ഷകൾ നശിക്കുമ്പോൾ ഇവർ ഇടറി വീഴുന്നു. ആ വീഴ്ചയിലെ വിലാപങ്ങൾ അത് സഹിക്കാൻ പറ്റാത്തതായി മാറുന്നു. എങ്ങനെയൊക്കെയാണ് അയാൾക്ക് താൻ പണം നൽകിയതെന്ന് ബീനു എന്ന തങ്കച്ചി പറയുന്നത് ഇങ്ങനെ: ഇവ നല്ല സുഖിച്ച് നല്ല ഇതായിട്ട് ഇന്ന് ജീവിക്കുകയാണ്. ഞാനാ ഇന്ന് കരഞ്ഞോട് നടക്കുന്നത്. എനിക്ക് ഈ പൈസ എനിക്ക് ഈ പൈസ എംബസിക്കാരെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് ഞാൻ 100% വിശ്വസിച്ചാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ആ പൈസ എനിക്ക് കിട്ടണം. കാരണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോനെ ഞാനും മരണത്തിലേക്ക് ഞങ്ങൾ പോകും. അത്രയ്ക്ക് എനിക്ക് വേദനയുണ്ട്. ഞാൻ കക്കൂസ് കഴിയും, കണ്ട എച്ചിപ്പാത്രം കഴിയും ഉണ്ടാക്കിയ പൈസ എനിക്കത് കിട്ടിയാലേ ഒക്കുള്ളൂ. പലപ്പോഴും ഇരകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഇടനിലക്കാർ ചതിക്കുഴി ഒരുക്കുന്നവരായി മാറാറുണ്ട്. എന്നാൽ ഇവിടെ കഥ വേറെയാണ്. ബിനു എന്ന തങ്കച്ചിയെ ഷംസുദ്ദീൻ എന്നയാളെ പരിചയപ്പെടുത്തിയത് കവിത എന്ന മറ്റൊരു സ്ത്രീയാണ്. ബിനുവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും അവരുടെ മകൻ്റെ അവസ്ഥയും ആരോഗ്യസ്ഥിതിയും ഉൾക്കൊണ്ട കവിത അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നല്ല കാര്യമായിരുന്നു.
എങ്ങനെയെങ്കിലും ആ പാവം കുടുംബം രക്ഷപ്പെടട്ടെ എന്ന നല്ല മനസ്സ്. പക്ഷേ അതൊരു വൻ ചതിയായി മാറുമെന്ന് അവർ കരുതിയിരുന്നില്ല. ബീനുവിൻ്റെ കൂട്ടുകാരി കവിതയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. നിങ്ങൾക്ക് ഞാൻ മാസം 2500 ദർഹംസ് തരാന്ന് പറഞ്ഞ ഈ ശംസുദ്ദീൻ തരും. അന്നും പറഞ്ഞ് ഈ പോകുന്ന പുള്ളിയെ പിന്നെ ഞങ്ങൾ കാണുന്നില്ല. പല സ്ഥലങ്ങളിൽ വിളിച്ച് ഓരോ ലൊക്കേഷൻ പറയും. ഞങ്ങൾ രാത്രി എങ്കിൽ രാത്രി, പകലെങ്കിൽ ഞങ്ങൾ വീട്ടു ജോലി ചെയ്യുന്ന ഞങ്ങൾ ജോലി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് വീട്ടില് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനായിരുന്നാലും എണ്ണയ്ക്ക് സോപ്പിനായിരുന്നാലും പറ്റുള്ളൂ. നമ്മളെ വരുമാനം കൊണ്ടാണ് നമ്മളെ വീട്ടുകാരിയിരിക്കുന്നത്. അത് കാരണം നമ്മുടെ ജോലികൾ, എത്രയും ജോലികൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ടും അവിടെയൊക്കെ ഞങ്ങൾ പരാജയമായെന്നല്ലാതെ ഞങ്ങൾക്കൊരു വിജയം മുന്നിൽ എത്തിയിട്ടില്ല. ബിനു എന്ന തങ്കച്ചി, കവിത, ഈ രണ്ട് സ്ത്രീകളും കുടുംബം പോറ്റാൻ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ്. ഇവരുടെയൊക്കെ കയ്യിലുള്ള ദർഹം എന്നത് വലിയ വിലയുള്ള, ഏറെ മൂല്യമുള്ള തുകയാണ്. ആരെയും പറ്റിക്കാതെ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്നവരെ പോലും പറ്റിക്കുന്ന മലയാളികൾ ഉണ്ടെന്നറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ പാവങ്ങളുടെ ചില്ലിക്കാശ് കൊണ്ട് എന്ത് നേടാനാണ് അവർ? വളരെ ഖേദകരമാണ് ഈ വാക്കുകൾ, ഈ അനുഭവങ്ങൾ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പണം ഉണ്ടാക്കുന്നത്? പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന കാര്യമാണിത്. ഇത്തരം പാവങ്ങളുടെ ചോര കുടിക്കുന്നവരെ മനുഷ്യരൂപങ്ങൾ എന്ന് എങ്ങനെ പറയാനാവും? എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് പെൺപിള്ളേർക്ക് പൈസ കൊടുക്കാനുണ്ട്. ഞാൻ തിരക്ക് നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞേച്ച് ഞങ്ങൾക്കും പൈസ തരാനുണ്ടെന്ന് പറഞ്ഞ് KFC റോഡിന്റെ അവിടെ നിന്ന് ഒരു മനുഷ്യന് 3000 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ. അങ്ങനെ ഒത്തിരി പേർക്ക് പൈസ കൊടുത്തിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഈ 2.5 വർഷം കഴിഞ്ഞിട്ട് പോലും അവൻ, ഞാൻ ആരെല്ലാം കൊണ്ട് വിളിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടും അവ ഫോൺ എടുക്കുന്നതും ഇല്ല. അതിനൊരു മറുപടി ഈ സംസ്ഥാനം പറയുന്നതും ഇല്ല. UAE ഇന്ത്യൻ എംബസിയിലും മറ്റും പരാതി നൽകി കാത്തിരിക്കുകയാണ് ബിനു എന്ന തങ്കച്ചി. തങ്ങളുടെ ന്യായമായ ആവശ്യം സംരക്ഷിക്കപ്പെടുകയും തങ്ങളുടെ നഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരും എന്ന പ്രതീക്ഷയോടെ. അതും ലഭിച്ചില്ലെങ്കിൽ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയാണ്. നിസ്സഹായരുടെ ഓരോ കണ്ണീരും ഇരകളുടെ ഓരോ നെടുവീർപ്പും അങ്ങനെ കരയിപ്പിക്കുന്നവരുടെ നേരെ അഗ്നിഗോളങ്ങളായി മാറുമ്പോൾ അത് ലോകനീതിയായി മാറുകയാണ്. അടുത്തത് ആർട്ട് ഫോക്കസ്. സംഗീതത്തിനും നൃത്തത്തിനും ഭാഷാ ദേശ വ്യത്യാസമില്ല. അതൊരു പ്രത്യേക സിദ്ധിയാണ്, ജന്മനാ ലഭിക്കുന്ന സിദ്ധി. സ്ഥിരമായ പ്രാക്ടീസും അർപ്പണബോധത്തോടെയുള്ള സമീപനവും ഉണ്ടെങ്കിൽ മാത്രമേ നൃത്ത സംഗീത കലകളിൽ പ്രാഗൽഭ്യം നേടാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൾഫ് പ്രവാസത്തിലെത്തുന്ന സംഗീത നൃത്ത മേഖലയിൽ സിദ്ധി ലഭിച്ചവർ തങ്ങളുടെ കഴിവ് തുടർന്നും പ്രകടമാക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാറില്ല. അങ്ങനെ കഴിവ് പ്രകടമാക്കുന്ന ബഹ്റൈനിലെ ഒരു മലയാളി നർത്തകിയാണ് സ്നേഹ അജിത്ത്. ബഹ്റൈനിലുള്ള മലയാളികളായ അജിത്ത് ശാരദ ദമ്പതികളുടെ മകളായ സ്നേഹ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം എന്നിവയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. 10ാം ക്ലാസ് പഠനശേഷം ബഹ്റൈനിലെത്തിയ സ്നേഹ തുടർന്നും നൃത്തരംഗത്ത് സജീവമായി. നൃത്തം പഠിക്കാൻ തുടങ്ങിയത് എനിക്ക് 4 വയസ്സുണ്ടായിരുന്നപ്പോഴാണ്. ഞാൻ ഇവിടെ ബഹ്റൈനിൽ ഞാൻ ഡാൻസ് പഠിച്ചത് കലാമണ്ഡലം ശ്രീദേവി ടീച്ചറിൻ്റെ അടുത്തു നിന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ഭരതനാട്യം വെച്ചാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ ദുബായിലോട്ട് മാറിയ സമയത്ത് ഞാൻ അവിടെ RLV അനിൽകുമാർ മാഷിൻ്റെ അടുത്ത് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭരതനാട്യവും പഠിച്ചു. എൻ്റെ അരങ്ങേറ്റവും ഞാൻ എൻ്റെ സ്കൂൾ സമയത്ത് തന്നെ അരങ്ങേറ്റവും ഈ 3 എണ്ണത്തിന് തീർത്തായിരുന്നു. ഓരോ ഗൾഫ് രാജ്യത്തെയും സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ നൽകുന്ന പ്രോത്സാഹനവും പ്രേരണയും ചെറുതല്ല, പ്രത്യേകിച്ച് മലയാളി പ്രവാസി സംഘടനകൾ. ബഹ്റൈൻ കേരള സമാജം സ്നേഹ അജിത്തിൻ്റെ കഴിവ് ചെറുപ്പം തൊട്ട് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ ദുബായ്, ദലയും അബുദാബിയിലെ സംഘടനകളും. ഭരതനാട്യവും മോഹിനിയാട്ടവും നൃത്ത സംഗീത മേഖലയിലെ താളാത്മകമായ ലയവിന്യാസം തന്നെയാണ്. ബഹ്റൈൻ കേരളീയ സമാജം ബാലകലോത്സവത്തിൽ നൃത്ത ഇനങ്ങൾക്ക് പുറമെ മോണോ ആക്ട്, പദ്യപാരായണം എന്നിവയിലെല്ലാം പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് സ്നേഹ. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ ബാലകലോത്സവത്തിന് പങ്കെടുക്കുമായിരുന്നു, കൊച്ചിലെ മുതൽ. അപ്പം ഞാൻ അവിടുത്തെ 2 വർഷം ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിരുന്നു. ബഹ്റൈന് പുറത്ത് ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലെല്ലാം നൃത്ത ഇനങ്ങളുമായി വേദിയേറി. അബുദാബിയിലാണെങ്കിലും തിരുമുറ്റം, ദല എന്ന് പറഞ്ഞ അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവൽസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
ദുബായിലും അബുദാബിയിലും 2 വർഷം അവിടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മോണോ ആക്ട്, പോയം റെസിറ്റേഷൻ അതുപോലത്തെ ഒത്തിരി കോമ്പറ്റീഷൻസിന് പങ്കെടുത്തു. ദുബായ്, അബുദാബി, പിന്നെ ബഹ്റൈൻ, പിന്നീട് UK മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി. പോയ ഇടങ്ങളിലൊക്കെ നർത്തനത്തിൻ്റെ നൂപുര ധ്വനികൾ ഉയർത്തുകയായിരുന്നു സ്നേഹ അജിത്ത്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ 3-ാം വർഷ നിയമവിദ്യാർത്ഥിയായ സ്നേഹ അജിത്ത് അവിടെ ചെന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നൃത്താസ്വാദകരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു സംഗീത നൃത്ത സംഗമ വേദി ഒരുക്കി, ഇന്ത്യൻ ഡാൻസ് സൊസൈറ്റി. UK മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ 3-ാം വർഷ നിയമ വിദ്യാർത്ഥിനിയാണിന്ന് ഈ കലാകാരി. നൃത്തത്തോടുള്ള അടങ്ങാത്ത ഭ്രമത്തോടെ മാഞ്ചസ്റ്ററിലെത്തിയ സ്നേഹ 3 വർഷം മുൻപ് ഈ രംഗത്ത് താല്പര്യമുള്ളവരെയെല്ലാം ഒരുമിപ്പിച്ച് ഒരു സൊസൈറ്റി ആരംഭിക്കുന്നു, ഇന്ത്യൻ ഡാൻസ് സൊസൈറ്റി. ഞങ്ങൾ തുടങ്ങിയത് 3 വർഷം മുമ്പേ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തുള്ള ആൾക്കാർ, നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പെർഫോം ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു അവസരം ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ വർഷം വന്നപ്പം ഓൾമോസ്റ്റ് 80 പേര് ആദ്യത്തെ 2 മാസത്തിൽ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഈ സൊസൈറ്റിയിൽ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ളവർ നൃത്തം അഭ്യസിക്കാനും പഠിപ്പിക്കാനും വേദിയിൽ അവതരിപ്പിക്കാനും ഒക്കെയായി ഇവിടെ എത്തുന്നു. ഇന്ത്യൻ സംഗീതത്തിനും വൈവിധ്യമാർന്ന നൃത്ത മേഖലക്കും ലോകം മുഴുവൻ ആരാധകരുണ്ട്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നൃത്താസ്വാദകരുടെ കൂട്ടായ്മ നൽകിയ സ്നേഹാജിത്ത് ഇതിന് പ്രത്യേക തരത്തിലുള്ള ഭാവ വ്യത്യാസങ്ങൾ നൽകി. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ നർത്തകരും നൃത്താസ്വാദകരും അതിൽ ഒത്തുചേർന്നു. സിനിമാറ്റിക് ഡാൻസ് ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വേദിയാണ് ഇന്ത്യൻ സിനിമാറ്റിക് ഡാൻസ്. സ്നേഹാജിത്ത് മാഞ്ചസ്റ്ററിൽ തൻ്റെതായ രീതിയിൽ ഇതൊക്കെ നടപ്പിലാക്കി പ്രാബല്യത്തിൽ വരുത്തി ലോകത്തിലെ മുഴുവൻ സംഗീതാസ്വാദകരെ ആകർഷിക്കുകയും ചെയ്തു. ഇന്ത്യൻ നൃത്തരൂപങ്ങൾ, ശാസ്ത്രീയ നൃത്തങ്ങൾ, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങി നൃത്തത്തിന്റെ സമസ്ത മേഖലകളും സൊസൈറ്റി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസ് മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒത്തിരി പേര്, അതായത് ജാപ്പനീസ് സ്റ്റുഡൻസ് ഉണ്ട്, എക്സ്ചേഞ്ച് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ യൂറോപ്പിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് ഒത്തിരി പേരുണ്ട്, പിന്നെ ചൈനയിൽ നിന്ന് ഒത്തിരി പേരുണ്ട്, മൊറീഷ്യൻസ്, സിംഗപ്പൂരിയൻസ്, മലേഷ്യൻസ്, ഇങ്ങനെ വേരിയസ് നാഷണാലിറ്റീസ് ഒത്തിരി പേര് ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിട്ട്. അവർ ബോളിവുഡിനെ പറ്റി കേട്ട്, സിനിമാറ്റിക് ഡാൻസിനെ പറ്റി അറിഞ്ഞ്, ഇന്ത്യൻ സിനിമയെ പറ്റി അറിഞ്ഞാണെങ്കിലും, അല്ലെങ്കിൽ ഭരതനാട്യം പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്ന ഒത്തിരി പേര്. വിവിധ രാജ്യക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാറ്റിൽ ഓഫ് ബോളിവുഡ് എന്ന കൺസേർട്ടാണ് ഇനി നടക്കാനിരിക്കുന്നതെന്നും സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ സ്നേഹ പറയുന്നു. ഈ വർഷം തന്നെ 3000 ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾ അടുത്ത മാസം ഒരു വലിയ കോമ്പറ്റീഷന് ഫൈനലിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ടീമിനെ എടുത്ത് ഞങ്ങൾ 20 ആൾക്കാർ, അതും ഇന്ത്യൻസ് മാത്രമല്ല, വേരിയസ് നാഷണാലിറ്റീസിൽ നിന്ന് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാൻസ് ഫോംസ് അറിയാവുന്ന ആൾക്കാരെല്ലാം വന്ന് ബാറ്റിൽ ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നർത്തകരെ ആദരവോടെ കാണുന്ന വിവിധ രാജ്യങ്ങളിലെ സംഗീത നൃത്ത പ്രേമികളെ കണ്ടെത്താൻ പ്രയാസമില്ല. എന്നാൽ അത്തരം നർത്തകരുടെ കഴിവുകൾ പ്രകടമാക്കാൻ കിട്ടുന്ന വേദികൾ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ക്ലാസിക്കൽ ഡാൻസിന് പ്രിയം കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യൻ സംഗീതവും നൃത്തവും നൃത്യാഭ്യാസവും അറിയുന്ന വിദേശികൾ ഇന്ത്യൻ സംഗീതാസ്വാദകരായി മാറുന്നു എന്നുള്ളത് വിചിത്രമായ ഒരു അനുഭവമാണ്. 400-ലധികം സൊസൈറ്റികളുള്ള മാഞ്ചസ്റ്ററിൽ മലയാളിയായ സ്നേഹ നേതൃത്വം നൽകുന്ന ഈ സൊസൈറ്റിക്ക് ബെസ്റ്റ് സൊസൈറ്റി ഓഫ് ദി ഇയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. തന്റെ കലയോടുള്ള അഭിനിവേശത്തിന് എന്നും പ്രോത്സാഹനമായി അച്ഛൻ അജിത്, അമ്മ ശാരദ എന്നിവർ സ്നേഹയ്ക്കൊപ്പമുണ്ട്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഈ കലാകാരിക്ക് കഴിയട്ടെ. ജോർജിയയിലേക്കുള്ള യാത്രാവിശേഷങ്ങൾ തുടരുകയാണ്. ജോർജിയയുടെ സംഗീത സാന്ദ്രമായ ഭൂതകാലത്തെക്കുറിച്ച്. പരമ്പരാഗത സംഗീതത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും മുഴങ്ങുന്ന ജോർജിയയിൽ ക്രിസ്ത്യൻ സംഗീതമാണ് ഏറെയും. അതിനൊരു പാരമ്പര്യമുണ്ട്. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും അയൽക്കാരായി സ്ഥിതി ചെയ്യുന്ന ജോർജിയയിൽ ഗ്രാമീണ സംഗീത ശൈലിയും ക്രിസ്ത്യൻ സംഗീത സമീപനവും ചേർത്ത് വെക്കുന്നു. ജോർജിയൻ സംഗീത ലോകത്തെ പ്രമുഖ സംഗീതജ്ഞർ
ലോകമെമ്പാടും ചെന്ന് ഓപ്പറേറ്റ് ട്രൂപ്പ് കൺസേർട്ടുകൾ നടത്താറുണ്ട്. സ്റ്റേജുകൾ അവതരിപ്പിച്ച് ശ്രദ്ധ അവർ നേടിവരുന്നു. നാടോടി ഗാനങ്ങൾക്ക് 15 പ്രാദേശിക ശൈലികളാണ് ഉള്ളത്. കിഴക്ക് പടിഞ്ഞാറ് സംഗീത ശൈലികളാണ് ജോർജിയൻ സംഗീത പാരമ്പര്യത്തിലുള്ളത്. കിഴക്കൻ ജോർജിയയിലെ കഖെത്തിയിൽ നീണ്ട ബാൻഡ് സംഗീതത്തോടെ 2 ഗായകർ പാടുന്ന രീതിയാണ്. കക്കാത്തിയൻ ശൈലിയുള്ള സംഗീതമാണ് ജോർജിയയിൽ പ്രശസ്തമായിട്ടുള്ളത്. യുഗ്മഗാനം, ഡുവറ്റ്. പ്രകൃതിയുടെ ആഴത്തിൽ നിന്നും പതുക്കെ ഉയർന്നു വരുന്ന മൃദു സംഗീതം പിന്നെ ഉച്ചസ്ഥായിലെത്തുകയാണ്. അധികം വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാതെ വരികൾക്കും ഗാനാലാപനത്തിനുമാണ് ജോർജിയൻ സംഗീതജ്ഞർ പ്രാധാന്യം നൽകുന്നത്. വരികളിൽ ചരിത്രവും സാഹിത്യവുമുണ്ട്. ലോകത്തിലെ എല്ലാ സാഹിത്യ കൃതികളിലും ഉള്ളതുപോലെ പ്രണയത്തിനും വിരഹത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയാണ് ജോർജിയൻ സംഗീതം രൂപപ്പെട്ടത്. ദൈവം വരദാനമായി നൽകിയ പ്രകൃതി മനോഹാരിതയും ഈ ഭൂമിയിലെ ജീവിതവും നന്ദിപൂർവ്വം ഗാനങ്ങളിൽ സ്മരിക്കുന്നു. ജോർജിയയിൽ ഭൂരിപക്ഷം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ ചർച്ച് മ്യൂസിക്കിൻ്റെ അന്തർധാരയും ക്രിസ്ത്യൻ ജീവിത കാഴ്ചപ്പാടും ഗാനങ്ങളായി മാറുന്നുണ്ട്. നാടോടി ഗാനങ്ങൾക്ക് പുറമെ വായ്പാട്ടും ഗ്രാമീണ ഗാനങ്ങളും മലമുകളിലെ ജോർജിയൻ വംശജർക്ക് ഹരമാണ്. വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഗീതം, അതുകൊണ്ട് തന്നെ മറ്റൊരു സംഗീതം ആവശ്യമായി വരുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ജോർജിയ പാശ്ചാത്യ സംഗീതത്തോടാണ് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോർജിയൻ നാടോടി സംഗീതജ്ഞർ പാശ്ചാത്യ ട്യൂണിങ്ങിലേക്കും കടക്കുന്നു. സംഗീതത്തിലെ ആലാപനത്തിലും പാശ്ചാത്യ സംഗീതജ്ഞരുടെ സ്വാധീനമുണ്ട്. ജോർജിയൻ പള്ളികളിലെ ഹയർ പാട്ടുകളിലും പാശ്ചാത്യ സംഗീതത്തിൻ്റെ കടന്നുകയറ്റമുണ്ട്. ഗാനാലാപനം എന്നത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോർജിയ ജനങ്ങൾ കാണുന്നത്. വിവാഹ ചടങ്ങുകളിൽ സംഗീതം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം തന്നെയാണ് ജോർജിയക്കാർക്ക്. വധൂവരന്മാരും ഒപ്പം പാടുകയും നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു. പ്രായ ഭേദമില്ലാതെ എല്ലാവരും പാടുകയും ചെയ്യുന്നു. യുഗ്മഗാനങ്ങൾക്കും സംഘഗാനങ്ങൾക്കുമാണ് പ്രാധാന്യം. 3 പേർ പാടുന്ന ട്രിയോ ജോർജിയയിൽ പ്രശസ്തമാണ്. ജോർജിയയിലെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ജോർജിയയുടെ മലമുകളിലെത്തിയപ്പോൾ ഞങ്ങൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി. അപ്പോൾ നിരത്തുവക്കിൽ പഴവർഗ്ഗങ്ങൾ നിരത്തിയിട്ട് സന്ദർശകരെ കാത്തു നിൽക്കുന്ന ഗ്രാമീണരെ കണ്ടു. ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നു. ആടിൻ രോമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ജോർജിയൻ തൊപ്പികൾ വാങ്ങി. പഴവർഗ്ഗങ്ങൾ വാങ്ങുന്നതിനിടയിൽ ഗ്രാമീണരായ ചിലർ ഞങ്ങളെ ജോർജിയൻ പാട്ട് കേൾപ്പിച്ചു. അതിൻ്റെ ചുവടുവെപ്പുള്ള നൃത്തവുമായി ഞങ്ങളും അതിൽ പങ്കുചേർന്നു. ജോർജിയൻ നാടോടി ഗാനങ്ങൾ സുപ്ര എന്ന പേരിൽ അവതരിപ്പിക്കാറാണുള്ളത്. ദൈവത്തിലേക്കുള്ള സമർപ്പണമാണത്. സമാധാനം, മാതൃഭൂമി, ദീർഘായുസ്, സ്നേഹം, സൗഹൃദം തുടങ്ങിയവയും നാടോടി ശ്രേണിയിൽ വിഷയമാകുന്നു. ശവസംസ്കാര ചടങ്ങുകളിലെ തനത് ഗാനങ്ങളും വിവാഹവേളകളിലെ ഗാനങ്ങളും പ്രണയഗാനങ്ങളും നൃത്തഗാനങ്ങളും യാത്രാവേളകളിലെ ഗാനങ്ങളും ജോർജിയയിൽ എവിടെ പോയാലും കേൾക്കാവുന്നതാണ്. പൊതുനിരത്തിൽ നടന്നു നീങ്ങുമ്പോഴും കാർ ഡ്രൈവിങ്ങിനിടയിലും സന്ദർശകർ വീട്ടിലെത്തിയാലും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ജോർജിയൻ സംഗീതം കേൾക്കാം. നൂൽ മഴ പോലെ മനസ്സിനകത്തും സംഗീതത്തിൻ്റെ ഈർപ്പം ആസ്വദിക്കുകയും ചെയ്യാൻ കഴിയും. സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് നാടോടി സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. അവർ നാടോടി ഗായകരെ കണ്ടെത്തി അവാർഡുകൾ നൽകിയിരുന്നു. ഗവൺമെൻറ് പ്രതിമാസ ശമ്പളവും നൽകി വരികയായിരുന്നു. എന്നാൽ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും മാറിയപ്പോൾ ജോർജിയയിൽ ഇതൊക്കെ അപ്രാപ്യമായി. 1980കളിൽ ജോർജിയൻ നാടോടി ഗാനങ്ങൾ ജോർജിയക്ക് അകത്തും പുറത്തും പ്രശസ്തമായി. അമേരിക്ക, കാനഡ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജോർജിയൻ ഗായകർ പ്രശസ്തരായി മാറി. ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ ജോർജിയൻ സംഗീതം പൊതു സംഗീത പരിപാടികളിലെ പ്രധാന സാന്നിധ്യമായി മാറി. മോണോഫോണിക് മെലഡികൾ ഹാർമോണിയത്തിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. നാടോടി സംഗീത പാരമ്പര്യത്തിൽ നിന്നാണ് പള്ളിപ്പാട്ടുകൾ രൂപപ്പെട്ടത്. ജോർജിയയിലെ വ്യക്തി ജീവിതത്തിലെന്ന പോലെ സമൂഹ ജീവിതത്തിലും ഭക്തി വിശ്വാസങ്ങളിലൊക്കെ നനുത്ത സംഗീതത്തിൻ്റെ സ്പർശ സാമീപ്യമുണ്ട്. എപ്പോഴും പ്രസന്നവതരായി കാണാറുള്ള ജോർജിയൻ പൗരന്മാർ
സംഗീതവും ഗാനവും നൃത്തവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിത ഭാഗമാക്കി കൊണ്ടു നടക്കുന്നു. സിനിമയിലെ സാന്നിധ്യം ഇപ്പോൾ കുറഞ്ഞു വരികയാണല്ലോ എന്ന ചോദ്യത്തിന് ഈയിടെ നടൻ ജനാർദ്ദനൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഇപ്പോഴത്തെ സിനിമയിൽ അച്ഛൻ, അമ്മ, അമ്മാവൻ അങ്ങനെ പ്രായമുള്ളവരൊന്നും ഇല്ലല്ലോ. ന്യൂ ജനറേഷനിലെ എല്ലാം യുവാക്കൾ. മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ പഴയ ചലച്ചിത്ര ഓർമ്മകളായി മാറി. ഈ പറഞ്ഞതിലും ഒരു സത്യമുണ്ട്. പുതിയ തലമുറ സിനിമയിൽ മാത്രമല്ല പുതിയ ജീവിത സമീപനത്തിലും പ്രായം കൂടുതലുള്ളവരെ ഒരു തമാശ കഥാപാത്രമായി കാണുന്നു എന്നുള്ളത്. മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ ആൻറ്റിക് പുരാവസ്തുക്കളായി മാറി. അവരുടെ ഓർമ്മക്കുറവും സംഭാഷണവുമൊക്കെ വാട്സപ്പ് തമാശകളാണ്. പ്രായമേറിയവരെ എന്നതാണ് മികച്ച തമാശയായി മാറുന്നത്. ഇത് നാട്ടിലുള്ളവരെക്കാൾ പ്രവാസികളിലെ പുതിയ തലമുറയിലാണ് ഏറെ എന്നതാണ് വിചിത്രമായ അവസ്ഥ. നാട്ടിൽ വല്ലപ്പോഴും അവധിക്ക് പോകുന്ന പ്രവാസി കുടുംബങ്ങളിലെ പുതിയ തലമുറ ഇതേതാ ഈ രൂപങ്ങൾ എന്ന രീതിയിലാണ് മുത്തശ്ശി, മുത്തശ്ശൻ, അമ്മാവന്മാരെ കാണുന്നത്. ഇവരൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ജീവിതങ്ങൾ, ഇവരൊക്കെയാണ് കുടുംബത്തിൻ്റെ ആൽമരങ്ങൾ എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പുതിയ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ കാലം മറക്കുന്നവർ പുതിയ കാലത്തിൻ്റെ ശാപം പേറുന്നവരാണ്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.